നമസ്കാരം, KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ്. പ്രധാന വാർത്തകൾ. ഔഷധരംഗത്തെ വില നിയന്ത്രണം നീക്കിയ മോഡി സർക്കാർ വീണ്ടും ജനവിരുദ്ധ നയങ്ങൾ വെളിപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് SUCI. ഫോർ ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ, ഇതൊക്കെ പറയാൻ കൊള്ളാം. വെളിയനാട് വില്ലേജ് ഓഫീസിൽ പൊതുജനത്തിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നേർച്ചയും നോയമ്പും നോൽക്കണം. പാലിന് വിലയില്ല, പക്ഷേ പച്ചപ്പുല്ലിനും വൈക്കോലിനും കാലിത്തീറ്റയ്ക്കും തീവില. ക്ഷീരകർഷകർ കാർഷിക രംഗത്തു നിന്നും അകലും. വാർത്തകൾ വിശദമായി. ഔഷധരംഗത്ത് നിലവിലുള്ള നിയന്ത്രണം കൂടി നീക്കുകയും മരുന്നുകൾക്ക് അതിഭീമമായ വിലക്കയറ്റം സൃഷ്ടിച്ച് സാധാരണക്കാരെ മരണത്തിന് എറിഞ്ഞുകൊടുക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്താൻ തയ്യാറാവണമെന്ന് SUCI സംസ്ഥാന കമ്മിറ്റി അംഗം S. സീതിലാൽ ആവശ്യപ്പെട്ടു. അധികാരത്തിലേറെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അസംഖ്യം ജനദ്രോഹ നടപടികൾ BJP സംഘപരിവാർ ശക്തികളുടെ ഒത്താശയോടെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി. അതിലേറ്റവും ക്രൂരമായതാണ് ഭാരതത്തിലെ കോടിക്കണക്കിനായ നിർധന രോഗികളെ മരണത്തിന് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന തരത്തിൽ നിലവിലുള്ള മരുന്നുകളുടെ വില നിയന്ത്രണം എടുത്തുമാറ്റിയത്. ലോകത്തെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ മരുന്ന് ഉൽപ്പാദിപ്പിച്ചിരുന്ന രാജ്യത്ത് മരുന്ന് വാങ്ങാൻ പണമില്ലാതെ പാവപ്പെട്ട രോഗികൾ മരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും സീതിലാൽ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇടതുപക്ഷ ഐക്യമുന്നണി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുത്തകവൽക്കരണം വ്യാപകമാക്കുന്ന തരത്തിലുള്ള നയങ്ങളും പരിപാടികളുമാണ് ഒന്നൊന്നായി നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻ UPA സർക്കാർ അവരനുവർത്തിച്ച അതേ നയങ്ങൾ തന്നെ കൂടുതൽ ശക്തമായ രീതിയിൽ ഇവിടെ നടപ്പിലാക്കുകയാണ് എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. ഇന്ത്യയിൽ വന്ന് നിക്ഷേപം നടത്തുന്ന ആരും തന്നെ വെറും കൈയോടെ മടങ്ങിപ്പോകേണ്ടി വരില്ല. വാരിക്കോരി കൊള്ളലാഭം ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ ഞങ്ങൾ അവസരം ഉറപ്പാക്കി തരുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഉറപ്പാക്കുന്നത്? ഇന്ത്യയിലെ തൊഴിലാളികളെ, ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ കൊല്ല കൊടുത്തുകൊണ്ട് ഈ കുത്തക മുതലാളിമാർക്ക് കൊള്ളലാഭം ഉണ്ടാക്കുന്നത്, അതിനുള്ള അവസരം ഉറപ്പിച്ചു കൊടുക്കുകയാണ് നരേന്ദ്രമോദിയും കൂട്ടാളികളും. ആലപ്പുഴ ജില്ലാ ആശുപത്രിക്ക് സമീപത്തു നിന്നും മാർച്ച് ആരംഭിച്ചു. തുടർന്ന് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലാണ് ധർണ നടന്നത്. LUF ജില്ലാ ചെയർമാൻ ET ശശി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് രമ്യ ബിന്ദു, വർഗീസ് M. ജേക്കബ്, യശോധര ദേവി, K. ശിവൻകുട്ടി, PR സതീശൻ, KP മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഔഷധ വില നിയന്ത്രണം പുനഃസ്ഥാപിക്കുക, എല്ലാ അവശ്യ മരുന്നുകൾക്കും വില നിയന്ത്രണം ഏർപ്പെടുത്തുക, ഉൽപാദന ചെലവിന്റെ അടിസ്ഥാനത്തിൽ മരുന്നുകളുടെ വില നിശ്ചയിക്കുക, പൊതുജനാരോഗ്യം ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. വെളിയനാട് വില്ലേജ് ഓഫീസിൽ നിന്നും പൊതുജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭിക്കുന്നില്ലെന്ന് പരാതി. വരുമാന സർട്ടിഫിക്കറ്റ് അടക്കമുള്ള വിവിധ സർട്ടിഫിക്കറ്റുകൾ സമയബന്ധിതമായി നൽകുന്നില്ലെന്നാണ് പരാതി. വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കേണ്ടവർക്കാണ് വെളിയനാട് വില്ലേജ് ഓഫീസിന്റെ നടപടി തിരിച്ചടിയാവുന്നത്. വില്ലേജ് ഓഫീസിൽ നിന്നും നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാക്കിയാൽ മാത്രമേ വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുകയുള്ളൂ. സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാകട്ടെ വില്ലേജ് ഓഫീസറും. വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ടെന്നും നൽകേണ്ടെന്ന് സർക്കാർ ഉത്തരവുണ്ടെന്നുമൊക്കെയാണ് വില്ലേജ് ഓഫീസ് ജീവനക്കാർ പറയുന്നത്. എന്നാൽ സമീപത്തുള്ള രാമങ്കരി, പുളുങ്ങുന്ന്, ചമ്പക്കുളം, തലവടി, തകഴി, നെടുമുടി വില്ലേജ് ഓഫീസുകളൊക്കെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റും മറ്റ് അനുബന്ധ സേവനങ്ങളും താമസം വിന നൽകുന്നുണ്ട്. വാർദ്ധക്യകാല പെൻഷന്റെ വരുമാന പരിധി 3 ലക്ഷം രൂപയായിരുന്നത് സർക്കാർ 1 ലക്ഷമാക്കി വെട്ടിക്കുറച്ചിരുന്നു. നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ അധിക ബാധ്യത ഏറ്റെടുക്കേണ്ടതില്ല എന്ന ന്യായീകരണമാണ് 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷൻ നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിന് പിന്നിൽ. വരുമാന പരിധി നിശ്ചയിച്ച സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് വില്ലേജ് ഓഫീസറാണ്. എന്നാൽ അവർ അതിന് തയ്യാറാകാത്തതിനെ തുടർന്ന് 500-ലധികം പേരുടെ വാർദ്ധക്യകാല പെൻഷനുള്ള അപേക്ഷകളാണ് പഞ്ചായത്ത് ഓഫീസിൽ കെട്ടിക്കിടക്കുന്നത്. വരുമാന സർട്ടിഫിക്കറ്റ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് വൃദ്ധരുടെയും പഞ്ചായത്തിന്റെയും ആവശ്യം. പാലിന് ന്യായവില ലഭിക്കുന്നില്ല. ക്ഷീരകർഷകർ പ്രതിസന്ധിയിൽ. പച്ചപ്പുല്ലും വൈക്കോലും കാലിത്തീറ്റയ്ക്കും ഉയർന്ന വില നൽകേണ്ടി വരുമ്പോഴും പാലിന് വില ലഭിക്കാത്തത് ക്ഷീരകർഷകരെ ഈ മേഖലയിൽ നിന്നും അകറ്റുകയാണ്. ഇക്കഴിഞ്ഞ നവംബർ 26-നാണ് ക്ഷീരദിനാചരണങ്ങൾ നടന്നത്. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ അമരക്കാരനായിരുന്ന ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമാണ് ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത്. ദിനാചരണങ്ങൾ മുറക്കി നടക്കുമ്പോഴും ക്ഷീരകർഷകരുടെ അവസ്ഥ ദയനീയമായി തുടരുകയാണ്. ഇപ്പോൾ തൊഴുത്തിൽ നിന്ന് ഉയരുന്നത് പശുക്കളുടെ കരച്ചിലല്ല, കരയുന്നത് കർഷകരാണ്.
തീറ്റ വിലയും കിട്ടുന്ന പാലിന്റെ വിലയും നോക്കിയാൽ തൊഴുത്ത് കാലിയാക്കുന്നതാണ് നല്ലത്. ക്ഷീരകർഷകർക്ക് പാലിന്റെ ന്യായവില കിട്ടാതായതോടെ ക്ഷീരകർഷകർ ആശങ്കയിലാണ്. നിരവധി കർഷകർ ഈ മേഖല വിട്ട് പുതിയ ഇടം തേടുകയും ചെയ്തു. മിൽമയുടെ കാലിത്തീറ്റയ്ക്ക് സൊസൈറ്റികൾ ഈടാക്കുന്നത് പൊതുവിപണിയിലെ വില തന്നെയാണെന്നാണ് കർഷകരുടെ ആരോപണം. സ്വകാര്യ കമ്പനികളുടെ കാലിത്തീറ്റയ്ക്ക് സമാനമായ വിലയാണ് മിൽമയും ഈടാക്കുന്നത്. 40 രൂപ പ്രകാരം സൊസൈറ്റികളും മിൽമയും 1 ലിറ്റർ പാൽ വിൽക്കുമ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത് ശരാശരി 28 രൂപ മാത്രമാണ്. കാലികൾക്ക് ദിവസവും നൽകേണ്ട തീറ്റയുടെ അളവ് കറവയില്ലാത്തവയ്ക്ക് 3 കിലോയും കറവയുള്ള കാലികൾക്ക് 1 ലിറ്റർ പാല് കിട്ടുന്ന മുറയ്ക്ക് 5 കിലോയുമാണ്. പച്ചപ്പുല്ലും വൈക്കോലും കൂടാതെയുള്ള കണക്കാണിത്. പാലുൽപാദനം കൂട്ടുന്നതിനായി കാലിത്തീറ്റയിൽ ചേർക്കുന്ന യൂറിയയും മൊളാസിസും പാലിന്റെ കൊഴുപ്പും റീഡിംഗും കുറയ്ക്കുകയും പശുക്കളുടെ സന്താനോൽപാദന ശേഷിയെ പ്രതികൂലമായി ബാധിക്കുന്നതായും കർഷകർ പറയുന്നു. കൊയ്ത്തന്ത്രത്തിന്റെ കുതിച്ചുചാട്ടം വൈക്കോലിന്റെ ലഭ്യത കുറച്ചു. പാടശേഖരങ്ങളിലും പുരയിടങ്ങളിലും കളനാശിനി ഉപയോഗിക്കുന്ന നിമിത്തം പച്ചപ്പുല്ലും കിട്ടാനില്ല. ഇവ ലഭിക്കണമെങ്കിൽ ഉയർന്ന വില നൽകണം എന്നതും കർഷകരുടെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുണ്ട്. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി പശുക്കളെ വിതരണം ചെയ്തതിലും കാലിത്തീറ്റ വിതരണത്തിലും കടുത്ത അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് നിലനിൽക്കുന്നതെന്ന് ക്ഷീരകർഷകനായ ജോയിച്ചൻ വെളുത്തെടുത്ത് പറഞ്ഞു. എന്തൊക്കെയാണ് ഇപ്പോൾ ക്ഷീര കാർഷിക മേഖല നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ? പ്രധാന പ്രശ്നങ്ങൾ പറഞ്ഞാൽ കാലിത്തീറ്റയ്ക്ക് വില കൂടി, അതുപോലെ വൈക്കോല് കാര്യം പൈസ കൊടുക്കാതെ കിട്ടുമെങ്കിൽ തന്നെയും അത് ശേഖരിക്കാനായിട്ട് തൊഴിലാളികൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരാളെ വിളിച്ചാൽ 1000 രൂപയുടെ അടുത്ത് കൂലി കൊടുക്കണം ചുമട്ടുകാരന്. ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയാണ് ഇത് കഷ്ടപ്പെട്ടാണ് ഇത് എടുത്ത് ഈ കണ്ടെത്തുന്നതിനടുത്താണ് ഉപയോഗിക്കുന്നത്. പിന്നെ കാലിത്തീറ്റ വില കൊടുക്കുന്ന കാര്യം സർക്കാർ ഇപ്പോൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അതൊന്നും പരിമിതമല്ല. അത് അർഹരായ കർഷകർ യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല എന്നുള്ള അഭിപ്രായക്കാരൻ. കാരണം സംഘവുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് മാത്രം ഈ സഹായങ്ങൾ ചെയ്യണം എന്നുള്ള അഭിപ്രായമായിരിക്കുന്നുണ്ട്. കാരണം പശു ഇല്ല പലർക്കും കാണും, പക്ഷെ സംഘമായിട്ട് ബന്ധമില്ലാത്ത പലരുണ്ട്. ഈ സഹായങ്ങൾ വാങ്ങിച്ചെടുക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർ അവരാ. പശുക്കളെ വിതരണം ചെയ്യുന്നെങ്കിൽ അത് ക്ഷീര കർഷക സംഘങ്ങൾ വഴിയാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാൽവില കൂടുമ്പോഴും കർഷക വിഹിതം വർദ്ധിപ്പിക്കുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല. പാൽവില കൂട്ടാതെ തന്നെ കർഷകരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സർക്കാരിന് കഴിയും. എന്നാൽ ആ നിലയിലുള്ള നീക്കങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച സൊസൈറ്റികൾക്ക് സമാന്തരമായ സംവിധാനം ഏർപ്പെടുത്തുവാനുള്ള നീക്കങ്ങളും ചില കർഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. മിൽമയുടെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് അനുകൂലമായ നിലപാടുകൾ ഉണ്ടായില്ലെങ്കിൽ കാലിയായ കാലിത്തൊഴുത്തും അളക്കാൻ പാലില്ലാത്ത സൊസൈറ്റികളുമാവും മിച്ചം. ഏട്ടിലെ പശു പുല്ല് തിന്നില്ലെന്നാണല്ലോ ചൊല്ല്. ഏട്ടിലും മേട്ടിലും തൊഴുത്തിലുമൊന്നും ഇപ്പോൾ പശുക്കളില്ല. ഇവറ്റകൾക്ക് സമയത്തെന്തെങ്കിലും തിന്നാൻ കൊടുത്താലല്ലേ അവ പാല് ചുരത്തുകയുള്ളൂ. വൈക്കോലിനും പച്ചപ്പുല്ലിനും തീപിടിച്ച വിലയാണ്. കാലിത്തീറ്റയ്ക്കാവട്ടെ കേട്ടുകേഴ്വി പോലുമില്ലാത്ത വിലയാണെന്ന് ക്ഷീരകർഷകർ പറയുന്നു. ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ച് പാലുമായി മിൽമയിലെത്തിയാലോ ന്യായവിലയൊട്ട് കർഷകർക്ക് ലഭിക്കുന്നുമില്ല. ക്ഷീരമുള്ളോർ അകിടിൻ ചുവട്ടിലും കാശു തന്നെ മിൽമയ്ക്ക് കൗതുകം എന്നാണ് കർഷകർ പറയുന്നത്. ക്യാമറാമാൻ ജിമ്മിച്ചനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCU വാർത്തകൾ. ഔഷധ നിർമ്മാതാക്കൾ ഒരേ ചേരുവയിൽപ്പെട്ട മരുന്നുകൾ പല പേരിലും വിലയിലും നിർമ്മിച്ച് പ്രലോഭനങ്ങളിലൂടെ രോഗികളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AN മോഹനൻ. ഇത്തരം ഹീനകൃത്യങ്ങൾ നിയമം മൂലം തടയണം. മരുന്ന് കമ്പനികൾ വില വർദ്ധിപ്പിക്കുന്നതിന്റെ ദോഷവശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് രോഗികളും മെഡിക്കൽ സ്റ്റോർ ഉടമകളുമാണ്. ഇനി ഇത് അംഗീകരിക്കാനാവില്ലെന്നും മോഹൻ പറഞ്ഞു. ഔഷധ നിർമ്മാതാക്കളുടെ അധാർമികതയ്ക്കെതിരെ AKCDAയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഔഷധ വ്യാപാരികളുടെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഔഷധ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്യാനായിട്ട് ഒരു വേദി ഉണ്ടാക്കാനായിട്ട് ബഹുമാന്യനായിട്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരിക്കല് എത്രയോ തവണ, നിരവധി തവണ ഒരു എന്താ പറയുക നിവേദനം കൊടുത്തതിന് ശേഷം ആ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നിട്ട് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കാത്ത ഒരവസ്ഥയിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ എന്താണ് ഈ ഗവൺമെന്റ് എന്ന് പറയുക? ഏത് ഗവൺമെന്റും ആയിക്കോട്ടെ, ഒരു എലക്ടഡ് ഗവൺമെന്റ് എന്നുള്ള സമയത്ത് ഉത്തരവാദിത്വമാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതും അല്ലാത്തതുമായ ആൾക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്നതാണ്. അതിനു പകരം ഔഷധ വ്യാപാരികളെ മൊത്തമായി തറടിക്കുക. ഔഷധ വ്യാപാരികൾ കഴിഞ്ഞ 75 വർഷക്കാലത്തോളം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ചെയ്തിട്ടുള്ള സേവനങ്ങളെ അപ്പാടെ വിസ്മരിച്ചുകൊണ്ട് ഇവരെയൊക്കെ കള്ളന്മാരും കൊള്ളക്കാരുമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പറ്റ ആൾക്കാരുടെ ജൽപ്പനങ്ങളിൽ വഴിപ്പെട്ടു പോകുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരോട് തന്നെ നീതി പുലർത്തുന്നില്ല, നമ്മളോട് നീതി പുലർത്തുന്നില്ല എന്നുള്ളതാണ് സത്യസുഹൃത്തുക്കളെ. ഔഷധ നിർമ്മാണ രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യയിലെ 1ാം നിരയിലേക്ക് എത്തിയ സൺ ഫാർമസ്യൂട്ടിക്കൽ ലബോറട്ടറീസിന്റെ ആലപ്പുഴ ഓഫീസിന് മുന്നിലാണ് കൂട്ടധർണ നടന്നത്. AKCDA ജനറൽ സെക്രട്ടറി തോമസ് രാജു, അബ്ദുൾ ജലീൽ, TK അനിൽ, P പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. ക്യാൻസർ, കിഡ്നി, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക,
ഔഷധ വില നിയന്ത്രണ ഉത്തരവ് 2013 പ്രകാരം വില നിർണ്ണയിക്കപ്പെട്ട മരുന്നുകൾ ഒരേ നിരക്കിൽ ചുരുങ്ങിയ വിലയ്ക്ക് ലഭ്യമാക്കുക, സംസ്ഥാനത്ത് ഔഷധ നിർമ്മാണ വിതരണ സേവന മേഖലയിൽ കുത്തകകൾക്ക് ലൈസൻസ് നൽകാതിരിക്കുക, ഔഷധങ്ങളെ പൂർണ്ണമായും നികുതി മുക്തമാക്കുക, ഔഷധ വ്യാപാരികൾക്ക് ക്ഷേമനിധിയും പെൻഷനും ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. കയർ വ്യവസായത്തിലെ ഉൽപ്പന്ന നിർമ്മാണ മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് MP പവിത്രൻ ആവശ്യപ്പെട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP പവിത്രൻ. നമ്മുടെ കയർ കേരള എന്ന സംരംഭം നമ്മുടെ ആലപ്പുഴയിൽ വളരെ വിപുലമായി നമ്മൾ നടത്താറുണ്ട്. ഈ വർഷവും ഉണ്ട്. 2 കോടിയിൽ പരം രൂപ അതിനുവേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചുകൊണ്ടാണ് കയർമേള നടത്തുന്നത്. അപ്പോൾ നമ്മുടെ കയറിലെ ഈ ചെറുകിട ഉത്പാദകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുക. എന്നാൽ ആ ഉൽപ്പന്ന മേഖലയിലെ ചെറുകിട ഉത്പാദകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഈ ഉൽപ്പന്നം ഉത്പാദിപ്പിക്കുന്നത് ഈ ചെറുകിടക്കാരാണ്. അവരുടെ പേരിൽ നമ്മുടെ കുത്തകക്കാരായ ഗവൺമെന്റുകാർ നടത്തുന്ന കൊള്ളയ്ക്ക് പരിഹാരം കാണുവാൻ ഈ PPS സ്കീം അട്ടിമറിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന അവരുടെ നടപടിക്കെതിരെ ഗവൺമെന്റ് നീങ്ങണമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ മേഖലയിൽ ഇന്ന് ദുരിതമനുഭവിക്കുന്ന ചെറുകിട ഫാക്ടറി ഉടമകൾക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി, അവരുടെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉൽപ്പന്നത്തിന് അതിന്റെ ഉത്പാദന ചെലവനുസരിച്ച് വില ലഭിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലാണ് ചെറുകിട കയർ ഫാക്ടറി ഉടമകൾ ധർണ നടത്തിയത്. VM ഹരിഹരൻ അധ്യക്ഷനായി. VA ജോസഫ്, K ശ്രീധരൻ, KP ഭാസി, NV തമ്പി, NK പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. മങ്കൊമ്പ് അവിട്ടം തിരുനാൾ സ്കൂൾ കെട്ടിടം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. സ്കൂൾ PTA പ്രസിഡന്റ് KC രമേശ്, വൈസ് പ്രസിഡന്റ് P രാധാകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത്. സ്കൂൾ കെട്ടിടം തകർന്ന സാഹചര്യത്തിൽ അധ്യയനം മുടങ്ങാതിരിക്കുവാൻ പഴയ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 8 ലക്ഷം രൂപയും പുതിയ ഷെഡ് നിർമ്മിക്കുന്നതിനായി 4.5 ലക്ഷം രൂപയുടെയും പദ്ധതിക്ക് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് രൂപം നൽകിയിരുന്നു. എന്നാൽ സംസ്ഥാന കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ അനുമതി വൈകുന്നത് പദ്ധതി നടത്തിപ്പിന് കാലതാമസം ഉണ്ടാക്കുന്നതായും നിവേദനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു. ആഗസ്റ്റ് 16-നാണ് സ്കൂൾ കെട്ടിടം അശാസ്ത്രീയ നിർമ്മിതി നിമിത്തം നിലംപൊത്തിയത്. മങ്കൊമ്പ് അവിട്ടം തിരുനാൾ സ്കൂൾ കുട്ടികൾ ഇപ്പോൾ സമീപത്തെ LP സ്കൂളിന്റെ പാചകപ്പുരയിലും ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ മറ്റൊരു കെട്ടിടത്തിലുമായാണ് പഠിക്കുന്നത്. സ്കൂൾ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ കഴിഞ്ഞയാഴ്ച ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ധർണ നടത്തിയിരുന്നു. തയ്യൽ തൊഴിലാളി കോൺഗ്രസ് കുട്ടനാട് താലൂക്ക് സമ്മേളനം വെള്ളിയാഴ്ച രാവിലെ 10-ന് നടക്കും. എടത്വ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന പരിപാടി ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് ആനിമ സണ്ണി അധ്യക്ഷയാവും. ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ
ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെ സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാകുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ചമ്പക്കുളം ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന ചമ്പക്കുളം 11 kV ഫീഡറിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഈ സെക്ഷന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ വൈദ്യുതി മുടങ്ങും. ചമ്പക്കുളം, അങ്ങാടി, കൊട്ടാരം, മണിമലമുട്ട്, ചാങ്ങയിൽ എന്നീ പ്രദേശങ്ങളിലാണ് വൈദ്യുതി തടസ്സം നേരിടുക. വ്യാഴാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 9 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് ചമ്പക്കുളം ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പെൻഷൻകാരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ധർണ നടത്തി. കുട്ടനാട് താലൂക്ക് ഓഫീസിൽ പടിക്കലാണ് ധർണ നടന്നത്. പെൻഷൻ ദിനാചരണത്തോടനുബന്ധിച്ചാണ് പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത്. മങ്കൊമ്പ ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും പ്രകടനം ആരംഭിച്ചു. തുടർന്ന് താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ആളുകൾ, നമ്മുടെ ഈ തലമുറ ഇന്ന് രോഗികളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു വീട്ടില് ഒരു 32 വയസ്സുള്ള ഒരു 26 വയസ്സുള്ള ഒരു പെൺകുട്ടി വളരെ ചെറുപ്പം മുതലേ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് അത് 60 വയസ്സ് വേണമെന്നില്ല. അപ്പൊ അതിനു മുൻപേ തന്നെ രോഗികളായി തീരുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പിന്നെ 60 വയസ്സിന് ശേഷമുള്ള നമ്മളുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തില് യഥാർത്ഥത്തിൽ ജീവൻ രക്ഷാ മരുന്നുകളുടെ വില വർധന അത് നമ്മുടെ പെൻഷനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്തതാണ്. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം KG ലളിതാഭായി അമ്മ അധ്യക്ഷയായി. NR പങ്കജാക്ഷക്കുറുപ്പ്, NB ജെയിംസ് എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ വെളിയനാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമങ്കരയിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു. ടൈറ്റാനിക് പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം രാമങ്കരി പഞ്ചായത്ത് ഓഫീസിന് സമീപം സമാപിച്ചു. തുടർന്ന് CPIM ഓഫീസ് കെട്ടിടത്തിൽ നടന്ന സമ്മേളനം KSPU സംസ്ഥാന കമ്മിറ്റി അംഗം KG ലളിതാഭായി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം G ശാർങ്ങധരൻ, B ആനന്ദക്കുട്ടൻ, ഡോക്ടർ PK ജെയിംസ്, AP ധർമാംഗതൻ, TN വാസുദേവൻ നായർ, KS നാരായണപിള്ള, G അയ്യപ്പ കൈമൾ എന്നിവർ സംസാരിച്ചു. ഫുട്ബോൾ ഷൂട്ടൌട്ട് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു. പുളിങ്കുന്ന് ഡോൺസ് YMCAയുടെ ആഭിമുഖ്യത്തിലാണ് ഫുട്ബോൾ ഷൂട്ടൌട്ട് നടത്തുന്നത്. പുളിങ്കുന്ന് സെന്റ് ജോസഫ് സ്കൂൾ മൈതാനത്ത് ഈ മാസം 23, 24 തീയതികളിലായാണ് മത്സരം. വിശദവിവരങ്ങൾക്ക് 9446792860 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ നെടുമുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. നെടുമുടി പഞ്ചായത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിനെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായിട്ടാണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. സന്നദ്ധ സംഘടനകളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും സഹകരണത്തോടെ കേരളത്തിലാകമാന അർബുദരോഗ ബോധവൽക്കരണ ക്യാമ്പുകളും സെമിനാറും സംഘടിപ്പിച്ചു വരുന്ന ഡോക്ടർ ചിത്ര താരയുടെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ഇത് ലക്ഷണങ്ങൾ വരുമ്പോൾ അപ്പൊ വേദനയില്ലാത്ത മഴയാണ് പ്രധാന ലക്ഷണം. ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറയും വേദന ഇല്ലാത്തത് കൊണ്ട് ഞാൻ വന്നില്ലാന്ന്. പക്ഷെ വേദനയില്ലാത്ത മഴകളാണ് കൂടുതൽ അപകടകാരികൾ. അത് എവിടെയാണെങ്കിലും വേഗത്തൊക്കെ ആണെങ്കിലും നമുക്ക് വേദനയില്ലാത്ത മഴകളാണ് കാണുന്നെങ്കിൽ അതാണ് കൂടുതൽ അപകടകാരികൾ. പിന്നെ ബ്രസ്റ്റിൽ വരുന്ന പോലെ അത്രയില്ല, ചിലർക്കാണെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് വേഗത്തൊക്കെ മഴകളുള്ളവരുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഒന്ന് വളരുകയാണെങ്കിൽ മാത്രം അതിനെ ശ്രദ്ധിച്ചാൽ മതി. ഒറ്റ മഴയുണ്ടെങ്കിൽ ആ മഴ എടുത്ത് കളയുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ചമ്പക്കുളം സെന്റ് മേരീസ് പാരിഷ് ഹാളിലാണ് പരിപാടി നടന്നത്. ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ, നാരായണൻ നായർ, PK ഗോപാലകൃഷ്ണൻ, KB രാജഗോപാലൻ നായർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ കനാലിൽ കിടന്ന് നശിക്കുന്നു. ആലപ്പുഴ ബോട്ട് ജെട്ടിയിലാണ് സർവീസ് നടത്തി വന്നിരുന്നവയും യന്ത്ര തകരാർ സംഭവിച്ചതുമായ ബോട്ടുകൾ കിടന്ന് നശിക്കുന്നത്. കുട്ടനാട്ടിലെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള ബോട്ട് സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നതിനുള്ള കാരണവും ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി നടക്കാത്തതിനാണ്.
കാവാലം, ലിസിയോ, കൃഷ്ണപുരം, കൈനകരി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള ബോട്ട് സർവീസുകൾ അപ്രതീക്ഷിതമായി റദ്ദ് ചെയ്യുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നുവെന്ന വാർത്ത KCV ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ച വരെ സർവീസ് നടത്തിയിരുന്ന ബോട്ടുകളും അറ്റകുറ്റപ്പണികൾക്കായി കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ കേവല യന്ത്ര തകരാറുകൾ പരിഹരിച്ച ബോട്ട് സർവീസ് യോഗ്യമാക്കുന്നതിന് അധികൃതർ ശ്രമിക്കുന്നില്ലെന്ന ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ആലപ്പുഴ, കൊല്ലം സർവീസ് നടത്തേണ്ട ബോട്ട് പിടിച്ചുകെട്ടിയിട്ടിട്ട് മാസങ്ങളാകുന്നു. പല്ലനയാറ്റിലെ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ സർവീസ് നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് വിശദീകരണം. എന്നാൽ കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് സർവീസ് തിരിച്ചുവിടുവാൻ SWTD അനുവദിക്കുന്നതുമില്ല. മുകൾ തട്ടുള്ള ബോട്ടായതിനാൽ കുട്ടനാട്ടിലെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള മറ്റ് സർവീസുകൾ അപ്രായോഗികമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സർവീസ് നടത്താത്ത ബോട്ടുകളും ആലപ്പുഴ ബോട്ട് ജെട്ടിക്ക് സമീപം ഇട്ടിരിക്കുന്നതിനാൽ സർവീസുള്ള ബോട്ടുകൾ തിരിക്കുന്നതിനും സ്റ്റേ ചെയ്യുന്നതിനും ബുദ്ധിമുട്ടാണെന്ന് ജീവനക്കാർ തന്നെ പറയുന്നു. സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഏത് ബോട്ട് എപ്പോൾ പുറപ്പെടുമെന്നറിയാതെ യാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് നിത്യകാഴ്ചയായി മാറിയിട്ടുണ്ട്. യശശരീരനായ മന്നത്ത് പത്മനാഭൻ രൂപം കൊടുത്ത നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനം 100 വർഷം പിന്നിടുന്നുവെന്നത് എല്ലാ സമുദായ സ്നേഹികൾക്കും അഭിമാനകരമാണെന്ന് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണ പണിക്കർ പറഞ്ഞു. NSSന്റെ ഉന്നതിക്കായി പ്രവർത്തിക്കുമ്പോൾ ഇതര സമുദായങ്ങൾക്ക് ദോഷകരമായതൊന്നും ചെയ്യരുതെന്ന നിർദ്ദേശം മഹാമനസിന്റെ ഹൃദയവിശാലതയാണ് സൂചിപ്പിക്കുന്നതെന്ന് രാധാകൃഷ്ണ പണിക്കർ പറഞ്ഞു. NSSന്റെ ശതവാർഷികത്തോടനുബന്ധിച്ച് വടക്കൻ വെളിയനാട് നിർമ്മിച്ച കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ആരംഭിച്ച പ്രസ്ഥാനം അപകടങ്ങളിൽ നിന്നുണ്ടായതാണെങ്കിൽ പോലും ഇതര സമുദായങ്ങൾക്ക് ശോഭകരമായ യാതൊരു പ്രവർത്തനവും ചെയ്യുന്നതല്ല എന്ന്. ഇതോടനുബന്ധിച്ച് ശതവാർഷിക സമ്മേളനവും കുടുംബസംഘവും മുതിർന്ന കരയോഗം അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങും നടന്നു. കരയോഗം പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ, പരമേശ്വരൻ നായർ, KP നാരായണപിള്ള, V ഉണ്ണികൃഷ്ണൻ, ശ്രീദേവി രാജു, KC ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടന്നു. രാമഗിരി മേജർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവരം നടന്നു. രാവിലെ ഗണപതി ഹോമം, സഹസ്രനാമം എന്നീ ചടങ്ങുകൾക്ക് ശേഷം രുക്മിണി സ്വയംവരം നടന്നു. വെള്ളിയാഴ്ച നടക്കുന്ന അപഭൃത സ്നാനത്തോടെ സപ്താഹയജ്ഞം സമാപിക്കും. കൈനഗിരി തോട്ടുവാത്തല NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ശതവാർഷിക ആചരണവും കുടുംബസംഘവും സംഘടിപ്പിച്ചു. കരയോഗ മന്ദിരാങ്കണത്തിലാണ് പരിപാടി നടന്നത്. NSS കുട്ടനാട് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ KP നാരായണപിള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് MS സനൽകുമാർ അധ്യക്ഷനായി. രാജശേഖരൻ പിള്ള, R ദിനേശ് കുമാർ, ലളിതാഭായി അമ്മ, മഞ്ജു വിജയൻ, D മുരളീധരൻ നായർ, P ആനന്ദവല്ലി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഔഷധരംഗത്തെ വില നിയന്ത്രണം നീക്കിയ മോഡി സർക്കാർ വീണ്ടും ജനവിരുദ്ധ നയങ്ങൾ വെളിപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് SUCI. ഫോർ ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ, ഇതൊക്കെ പറയാൻ കൊള്ളാം. വെളിയനാട് വില്ലേജ് ഓഫീസിൽ പൊതുജനത്തിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നേർച്ചയും നോയമ്പും നോൽക്കണം. പാലിന് വിലയില്ല, പക്ഷേ പച്ചപ്പുല്ലിനും വൈക്കോലിനും കാലിത്തീറ്റയ്ക്കും തീവില. ക്ഷീരകർഷകർ കാർഷിക രംഗത്തു നിന്നും അകലും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.